പ്രേംനസീർ, സത്യൻ, മധു, ജയൻ, സുകുമാരൻ, കമലഹാസൻ തുടങ്ങി 1962 മുതൽ 1980 വരെയുള്ള മുൻനിര നായകന്മാരുടെയെല്ലാം നായികയായി തിളങ്ങിയ അനശ്വര പ്രതിഭ ഷീല. തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകൾ ഷീല സലീം. പിൽക്കാലത്ത് ഷീല എന്ന പേരിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി. 1945 മാർച്ച് 22-നായിരുന്നു ജനനം. പിതാവ് റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായാണ് ഷീല പഠിച്ചതും വളർന്നതും. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ആന്റണി കോയമ്പത്തൂരിൽ ഒരു വാടക വീട്ടിൽ കുടുംബസമേതം താമസമാക്കി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഷീല 10ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. ഒരിക്കൽ കോയമ്പത്തൂരിലെ റെയിൽവേ ക്ലബിൻ്റെ വാർഷികത്തിന് അവതരിപ്പിക്കാൻ വീടിനടുത്തുള്ള ചിലർ പരിശീലിപ്പിച്ചിരുന്ന നാടകത്തിലെ സംഭാഷണങ്ങൾ ഷീല മനഃപ്പാഠമാക്കി. നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ തലേന്ന് നായിക കാലുമാറി. പകരം ഷീല വേദിയിലെത്തി. പ്രതിഫലമായി 40 രൂപ കിട്ടി. ആ പണം അമ്മയുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ വീട്ടിൽ നിന്നുള്ള പ്രതികരണം വിപരീതമായിരുന്നു. ഇനി ഒരിക്കലും നാടകം കളിക്കില്ലെന്ന് ഉറപ്പു നൽകും വരെ പിതാവ് ഷീലയെ തല്ലി. 13ാം വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഷീല നാടകരംഗത്തെത്തി. MGR നായകനായ പാശത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എങ്കിലും ആദ്യം പ്രദർശനത്തിനെത്തിയത് മലയാള ചലച്ചിത്രമാണ്. ഷീല എന്ന പേര് MGR സരസ്വതി ദേവി എന്നാക്കി മാറ്റി. പാശത്തിന്റെ സെറ്റിൽ വെച്ച് സരസ്വതി ദേവിയെ കണ്ട P. ഭാസ്കരൻ തന്റെ അടുത്ത ചിത്രമായ ഭാഗ്യജാതകത്തിൽ അവളെ നായികയാക്കി. ഷീല എന്ന പേരിട്ടത് ഭാസ്കരനായിരുന്നു. തുടർന്നങ്ങോട്ട് ഷീലയുടെ യുഗമായിരുന്നു. 400-ലേറെ ചിത്രങ്ങളിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഷീല തലമുറകളുടെ ഹരമായി മാറി. കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായിട്ടാണ് ഷീല 1980-ൽ അഭിനയ രംഗം വിട്ടത്. പിന്നീടുള്ള നീണ്ട കാലയളവിൽ അവരെക്കുറിച്ച് ആരും കേട്ടില്ല. സിനിമാക്കാരുടെ കൂട്ടായ്മകളിലോ താരനിശകളിലോ പഴയ സ്വപ്നനായികയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ ചാനലുകളിലെ പഴയ സിനിമകളിലും മുതിർന്ന തലമുറയിൽപ്പെട്ടവരുടെ ചലച്ചിത്ര സ്മരണകളിലും ഇടയ്ക്കിടെ അവർ കടന്നു വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1998-ൽ മകൻ വിഷ്ണു നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ സെറ്റിലാണ് ഷീലയെ പിന്നീട് കണ്ടത്. ചെന്നൈയിലും ഊട്ടിയിലുമായി താമസിച്ചിരുന്ന ഷീല പേരക്കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയത്. ഇസ്മായിൽ ഹസൻ സംവിധാനം ചെയ്ത വിരൽത്തുമ്പിലാരോ ആയിരുന്നു 2ാം വരവിൽ ഷീല ആദ്യം അഭിനയിച്ച ചിത്രം. പക്ഷേ ആദ്യം പുറത്തിറങ്ങിയത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെയാണ്. 10ാമത്തെ ചെക്ക് എന്ന മലയാള നോവൽ രചിച്ചിട്ടുള്ള ഷീല നിരവധി ചെറുകഥകൾക്ക് പുറമെ കുയിലിൻ്റെ കൂട് എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. കൂടാതെ ഷീല ഒരു ചിത്രകാരിയും ഇന്റീരിയർ ഡിസൈനറും കൂടിയാണ്.